സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തിനീ മിഴി രണ്ടും പിടയാതെ പിടയുന്നു, കാണാതെ കാണുന്നതാരേ നീ. എന്തിനീ മഴമേഘം നനയാതെ നനയുന്നു, അറിയാതെ അറിയുന്നതാരേ നീ. ചിലമ്പിൻ പുന്നാരം കുറുമ്പിൻ കൂടാരം, നമുക്കായി പൂത്തില്ലേ കിനാവിൻ പൂപ്പാടം. ഇവനിത് എങ്ങോട്ട് പോയി? കാണുന്നില്ലല്ലോ. ബൈക്കും കാണാനില്ല, ആളിനെയും കാണാനില്ല. രഘു, രഘു, എടാ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു. ആ, ഇയാളോടൊന്ന് ചോദിച്ചു നോക്കാം. സാർ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാവോ? എന്താ? അല്ല, അത് പിന്നെ ഈ കത്തുന്ന വെയിലത്ത് ഉണക്കാനിട്ട മുളക് പോലെ ഒരുത്തനോട് നിപ്പുണ്ടായിരുന്നു. അവനെ ചേട്ടൻ കണ്ടായിരുന്നോ? എടോ, ഞാൻ തന്നെ എന്റെ ഭാര്യയെ കാണാതെ അന്വേഷിച്ച് നടക്കും. അപ്പോഴാ തന്റെ ഒരു ഒന്ന് പോടോ. സമയമായല്ലോ. താങ്ക്സ് ഉണ്ടടാ പാൽഗോവേ. ഞാനാ മാഡത്തിന് താങ്ക്സ് പറയേണ്ടത്. നീ എന്തിനാ പറയുന്നത്? അത് പിന്നെ മാസ്റ്ററല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഡെയിലി ഒരു 4 പേർക്ക് ഉപകാരം ചെയ്ത് കഴിഞ്ഞാ നമുക്ക് പുണ്യം കിട്ടുമെന്ന്. അതാ പുണ്യം വാരിക്കുട്ടിയതൊക്കെ മതി, നീ പോവാൻ നോക്ക. അല്ല, അത് പിന്നെ ഒരു മിനിറ്റ്. ഓ, ഈ കുരുത്തം കെട്ടവൻ ഇത് എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. പറയ എന്നെ തല്ലിയവളോട് ഈ നടു റോഡിൽ വെച്ച് രഘു എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നേ? പോയി ചോദിക്കാം. അല്ലെങ്കിൽ തന്നെ അവളുടെ ഒരെണ്ണം കിട്ടിയതാ. അവള് പോയിട്ട് പോയി ചോദിക്കുന്നതാ നല്ലത്. ഇവിടെ മാത്രം ഞാൻ കെട്ടുള്ളൂ. ആഹാ, എത്ര ഭംഗിയായിട്ടാ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ട് പോകുന്നത്. ആ, അവള് പോയി. എടാ രഘു, പോയല്ലോ, അവള് പോയല്ലോ. രഘു, ആ ഓട്ടോക്കാരോട് നീ എന്താ ഇത്ര നേരം സംസാരിച്ചത്? നാശം പിടിക്കാൻ നിങ്ങൾ അതും കണ്ടോ? എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാം. എടാ, ഞാൻ നിന്നോടാ ചോദിച്ചത്, ഉത്തരം പറയേ. അത് ആ ഓട്ടോക്കാരി എന്നോട് അഡ്രസ് ചോദിച്ചു. എന്ത്? എടാ, നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാല് അഡ്രസ് ഇല്ലാത്ത സ്ഥലങ്ങൾ വരെ ഓട്ടോക്കാർക്ക് അറിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓട്ടോക്കാരി നിന്നോട് അഡ്രസ് ചോദിച്ചോ? നീ ആരെയാ ഈ മണ്ടനാക്കുന്നേ? അയ്യോ, അതേ അളിയാ, അളി വിശ്വസിക്ക്. അളി എന്താ വിശ്വാസം ഇല്ലാത്ത? അവൾ ആരാണെന്നറിയോ? ഒരു ഓട്ടോക്കാരി. അയ്യോ, അവൾ ഓട്ടോക്കാരി അല്ല, വലിയ ചാട്ടക്കാരിയാ. അന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്റെ കർണ തടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് അവളാ. അതെയോ? നേരത്തെ പറഞ്ഞു ഷെയ്ക്കാൻ കൊടുക്കാ. അമ്മായിയുടെ മുഖത്തേക്ക് കാശ് വലിച്ചെറിഞ്ഞ് നാണം കെടുത്തില്ലേ, അത് ഇവളാടാ. അതെനിക്കറിയാന്നേ. എന്ത്? അത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ലായിരുന്നു പറഞ്ഞതാ. ഇവളുടെ കൂടെ നീ ചിരിച്ച് സംസാരിച്ചത് അമ്മായി എങ്ങാനും അറിഞ്ഞാൽ നിന്നെ ജീവനോടെ കുഴിച്ചു മൂടിക്കളയും. എന്റെ അളിയ, അമ്മയോട് മാത്രം പറഞ്ഞേക്കല്ലേ. ഇനി എന്നെങ്കിലും ഞാൻ അവളെ എവിടെ വെച്ചെങ്കിലും കണ്ട അവളെ വലിച്ചു കീറിയ ഭിത്തിയിലൊട്ടിക്കും. എന്റെ രക്തം തിളയ്ക്കുവാടാ. ദേഷ്യം വരുന്ന ആ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്ക്, എങ്കിലേ രക്തം തിളച്ചു മറിയുന്നത് അടങ്ങുള്ളൂ. ഇപ്പൊ അളിയ വണ്ടിയിലോട്ട് കയറ്, ഫംഗ്ഷൻ തുടങ്ങാറായി. വാ വാ, കേറ് 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 കേറ്. വരൂ വരൂ, അകത്ത് പോയിരിക്കും. ശരി, നമസ്കാരം. വരൂ വരൂ, അകത്തേക്ക് ഇരിക്കാം. നമസ്കാരം. രഘു, ശിവയും മീരയും എവിടെ പോയി? സമയമായില്ലേ, ഗസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങി. പോയി കൂട്ടിക്കൊണ്ടുവാ. അമ്മേ, മുകുന്ദനും അഭിഷേകം കൂടി കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. അവരിപ്പൊ ഇങ്ങെത്തും. അമ്മേ, എടാ രഘു,
എനിക്ക് കേക്ക് കഴിക്കാൻ കൊതിയാവുന്നുണ്ട്. വായിൽ വെള്ളം വരിക. വേഗം വരാൻ പറയടാ. ഇന്ന് ഒരു ദിവസമെങ്കിലും ആ തീറ്റഭ്രാന്തൊന്ന് അടക്കി വെച്ചൂടെ? എടോ അളിയ, പബ്ലിക്കിൽ ഇങ്ങനെ മോശമായിട്ട് എഴുന്നള്ളിക്കല്ലേ. നിങ്ങളുടെ മോൻ സുമയേക്കാളും മോശമാണല്ലോ ഇപ്പൊ നിങ്ങള്. എടോ മര്യാദക്ക് നിക്ക്. എന്തിനാ എല്ലാവരുടെ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? ചെല്ലു ചെല്ലു. എവിടെ അഭിഷേക്? ഒന്നുമില്ല അച്ഛാ. വാ, സർപ്രൈസാ. സർപ്രൈസ്? സർപ്രൈസോ? എന്ത് സർപ്രൈസിനെ പറ്റിയാ പറയുന്നത്? വാ അച്ഛാ. അങ്കിളെ ശ്രദ്ധിച്ചു വാ അങ്കിളെ. അമ്മേ, അമ്മയെ സൂക്ഷിച്ചു വാ. ഒന്നും പേടിക്കണ്ട, ഞാനും അഭിഷേകം കൂടെയുണ്ട്. ഇവരുടെ കാര്യം കണ്ടില്ലേ അമ്മേ? എടാ എത്തിയോടാ? പതുക്കെ വാ. എന്താ മോനെ, എന്തിനാ ഇവരുടെ കണ്ണു കെട്ടിയിരിക്കുന്നത്? മുത്തശ്ശി, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയും അച്ഛനും സർപ്രൈസ് ആയിട്ട് കാണാൻ വേണ്ടിയാ ഞങ്ങൾ കണ്ണ് കെട്ടി കൂട്ടിക്കൊണ്ടുവന്നത്. ഓ, ഇവരുടെ കണ്ണിലെ കെട്ട് അഴിച്ചു മാറ്റട്ടെ മുകുന്ദ? ആ ഓക്കേ. അച്ഛാ അമ്മേ, രണ്ടുപേരും താഴേക്ക് കുനിഞ്ഞേ. കുനിഞ്ഞിരിക്ക്. ദാ. ഇവിടെ മര്യാദക്ക് നിക്ക്. ഇനി ഈ ഫോട്ടോ എടുത്തോ. ഇതും കൂടി. ഭയങ്കര പോസാണല്ലോ. എടാ അടിയ വാടാ. നിർത്തണം. രണ്ട് മര്യാദക്ക് നിൽക്ക്. രണ്ടിന്റെ മീശയിലെത്ത പൃഥ്വിരാജാണെന്ന വിചാരം. രണ്ടും നേരെ നിൽക്ക്. അങ്ങനെ എടുത്തോ. എടാ അഭിഷേകേ, നീ എന്താ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. സാരമില്ല മുത്തശ്ശി, നിങ്ങള് ഫാമിലി ഫോട്ടോ എടുക്കുമ്പോ ഞാൻ എന്തിനാ? നീയും ഞങ്ങളുടെ ഫാമിലി തന്നെയാ. ഇങ്ങി വാ. വാ, കേറി വാ അഭിഷേക്. വാ വാ. എടാ പെട്ടെന്ന് കേറി വാടാ. അഭിഷേക് വാ. ഇതൊരു തുടക്കം മാത്രമാണ് അമ്മേ. അധികം വൈകാതെ അഭിഷേകായി നിൽക്കുന്ന അബിയെ ഞാൻ നമ്മുടെ ഈ കുടുംബത്തിലേക്ക് അബിയായി തന്നെ കൊണ്ടുവന്നിരിക്കും. Come on, Mukunda! Come on, come on! അയ്യോ, ഇവനെന്താ ചുഴലി പിടിച്ച പോലെ ഡാൻസ് ചെയ്യുന്നേ? എന്റെ അളിയൻ തുടങ്ങി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഈ ഫംഗ്ഷൻ അടിപൊളിയായിരിക്കും. Come on, come on!
വേണ്ട മുകുന്ദ പറയുന്ന നീ കേക്ക്. എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? ഡാൻസ് കളിക്കും മീരേ. അമ്മേ എനിക്ക് ചമ്മല അമ്മ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? നിങ്ങൾ എപ്പോഴും ഇതുപോലെ ആടിപ്പാടി സന്തോഷത്തോടെ ഇരിക്കണം. അതാ എന്റെ ആഗ്രഹം. പോ, ചെന്ന് ഡാൻസ് കളിക്ക്. അമ്മായി വാ. അയ്യോ ഇല്ല ഞാനില്ല. Come on, come on! ഗിരി, നമുക്കും പോയി 2 സ്റ്റെപ്പ് ഇട്ടിട്ട് വന്നാലോ? വാല് പല്ല് ഞാൻ എടുക്കും. ഉണ്ടാവും നിൽക്കടോ. എടുത്തി ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം. ശരി. വാ മാസ്റ്റർ. സോറി മീരേച്ചി, ഞാൻ ഒരുപാട് വൈകിപ്പോയി. ഏയ് എന്താ മാസ്റ്റർ ഇത്? സ്കൂളിലേക്ക് ലേറ്റ് ആയി വന്നിട്ട് ടീച്ചറോട് സോറി പറയുന്നവരുണ്ടല്ലോ. ശരി വാ, അകത്തേക്ക് പോ. ഓ, അടിപൊളി പാട്ടും അടിപൊളി ഡാൻസും. ഫംഗ്ഷനായാൽ ഇങ്ങനെ ഇരിക്കണം. അയ്യോ, ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അമ്മ ഇവളെ കണ്ടാലും ഇവൾ അമ്മയെ കണ്ടാലും പ്രശ്നമാവുമല്ലോ. ഗിരി ചേച്ചിയും അളിയനെ കണ്ടാലും എനിക്ക് പണിയാ. എന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ലേ ദൈവമേ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാം. അന്ന് നീ വീട്ടിൽ വന്നപ്പോ എന്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സാരല്ല, ഇന്ന് എല്ലാരും പരിചയപ്പെടാം. തീവണ്ടി കൂകിപ്പായൻ തീവണ്ടി. അങ്ങോട്ട് അങ്ങോട്ട് പോയി. അയ്യോ അയ്യോ, ഇന്നെല്ലാം കുളമാവുമല്ലോ. ദൈവമേ, മാസ്റ്റർ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രേമത്തിന്റെ പാലസ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹരിത ഹരിത, പോ സാറേ. അയ്യോ, ഈ തരുണൊന്നും അല്ല. ഇങ്ങോട്ട് വന്നേ, വാ വേഗം ഇങ്ങോട്ട് വാ. മീരേട്ടത്തെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. മാഡം എവിടെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ദാ നോക്കി, അവിടുന്ന് നടന്നു വരുന്നത് കണ്ടോ? പോയി വിളിച്ചോണ്ട് വാ. നല്ല ഗ്രാൻഡ് ആയിട്ടാണല്ലോ ഒരുക്കിയിരിക്കുന്നത്. അതെ അതെ. മാഡം ഇങ്ങോട്ടല്ലേ വരുന്നേ? സാറിനൊന്ന് വിളിച്ചാ പോരെ? അയ്യോ, അതിനിടയ്ക്ക് നീ കൂടെ തലവേന ഉണ്ടാക്കി വെക്കല്ലേ. പോയി പതുക്കെ ഏട്ടത്തിന്റെ കാതിൽ കാര്യം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവാ. ചെല്ലേ, പോ പോ പോ. മീര മാഡം, ഒരു മിനിറ്റ്. ജഗു സാറ് മാഡത്തിനെ വിളിക്കുന്നു. എവിടെ? ദേ അവിടെ. അയ്യോ, മാസ്റ്റർ നോക്കുന്നു. എവിടെ? കാണുന്നില്ലല്ലോ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു. ആ ശരി, എന്നാ ഹരിത പൊയ്ക്കോ, ഞാൻ കണ്ടോളാം. ഇതെവിടെ പോയി വിളിക്കാനാ ഇനി? മാസ്റ്റർ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ശരി ഇപ്പൊ വരാം. ഈ രഘു ഇതെവിടെ? ഇത് എവിടെ പോയതായിരിക്കും? ഏട്ടത്തി, ആ ഞാൻ ഇവിടെ ഉണ്ട്. ആ എന്താ രഘു, എന്തിനാ എന്നെ വിളിച്ചേ? ഇതൊരു വല്ലാത്ത ചതിയായി പോയി ഏട്ടത്തി. എന്താ എന്ത് പറ്റി? എങ്ങനെയാണെന്ന് അറിയില്ല. ആ മാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എടാ, ഞാൻ അവളെ ഇവിടേക്ക് വിളിച്ചത്. അയ്യോ, അവളോട് എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്താ വന്ന എന്താ കുഴപ്പം? മാസ്റ്റർ നമ്മുടെ ഫാമിലി ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്താലല്ലേ നമ്മുടെ കുടുംബമായിട്ടൊക്കെ അവൾക്ക് അടുക്കാൻ പറ്റൂ. എന്നാലല്ലേ നിങ്ങളെ രണ്ടുപേരെ ഒന്നാക്കി നിങ്ങളുടെ ഇഷ്ടം വീട്ടിൽ പറയാൻ പറ്റൂ.
ഇപ്പൊ ഞാൻ ദേ മാസ്റ്റർ നേരെ കൂട്ടിക്കൊണ്ടുപോയി അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പോവുക. അയ്യോ ഏട്ടത്തി, അബദ്ധം ഒന്നും കാണിക്കരുത്, തുടക്കം തന്നെ പാളിപ്പോവും. എടാ നീ എന്തിനെ പേടിക്കുന്നേ? ഏട്ടത്തി, അന്ന് ഞാൻ ഏട്ടത്തിയോട് നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം അപ്പ ഞാൻ ഏട്ടത്തിയോട് പറയാൻ മറന്നുപോയി. എന്ത് കാര്യം? അമ്മയെ ഒരു ഓട്ടോക്കാരി മുഖത്ത് കാശ് വലിച്ചെറിഞ്ഞ് അപമാനപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. ആ ഓട്ടോക്കാരി അത് വേറെ ആരുമല്ല, ദാ ആ നിൽക്കുന്ന മാസ്റ്റർ തന്നെയാ. നീ എന്താ രഘു പറയുന്നേ? അമ്മയുടെ മുഖത്തടിച്ച പോലെ കാശ് വലിച്ചെറിഞ്ഞത് ഇവള് തന്നെയാ. എന്റെ ഈശ്വരാ, അമ്മ ഇവളെ എങ്ങനെ കണ്ടു കഴിഞ്ഞാ പിന്നെ എന്ത് നടക്കുമെന്ന് ആലോചിച്ച് നോക്കേട്ടത്തി. അയ്യോ, ഞാനാണെങ്കിൽ നമ്മുടെ ഫാമിലി അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും രഘു? എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടാതെ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടെത്തി, അമ്മ എങ്ങാനും ഇവളെ കണ്ട ഈ ഫംഗ്ഷനെ അലങ്കോലാവുന്ന ഉറപ്പാ. അയ്യോ, ഏട്ടത്തിക്കും വഴിയൊന്നും കിട്ടിയില്ലേ ഏട്ടത്തി? നിക്ക്, നീ ടെൻഷൻ ആവാതെ, ഞാൻ നോക്കിക്കോളാം. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അയ്യോ, ഇവന്മാരെ മാസ്റ്റർ കാണാൻ പാടില്ല, അതും പ്രശ്നമാവും. ഡേടാ പോടാ, പോപ്പുറത്തു പോടാ, പോടാ അങ്ങോട്ട്. എടാ എന്തിനാടാ കൂട്ടിയിടിച്ചത്? എന്തിനാ ചെറിയ ഞങ്ങളെ ഇവിടെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അത് എടാ, ഞാനേ നിങ്ങക്ക് ബിരിയാണി വാങ്ങിത്തരാം, നിങ്ങളത് ഇവിടെ ഇരുന്ന് കഴിക്കണം. പെട്ടെന്ന് എന്തിനാ ബിരിയാണി വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് സോപ്പിടാൻ നോക്കുന്നേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ചേട്ടാ, ഇവർക്ക് 2 പ്ലേറ്റില് ബിരിയാണി കൊടുക്ക്. സാർ വേഗം വിളമ്പ്, വേഗം ആവട്ടെ. ഇതാ സർ. കഴിക്കും. എനിക്കിപ്പോ ബിരിയാണി കഴിക്കാനുള്ള മൂടില്ല. എടാ, മൂടില്ലെങ്കിലും ഒന്ന് മിണ്ടായിരുന്നു കഴിക്കടാ. എന്നെ കൊലക്ക് കൊടുക്കല്ലേ. നീ കഴിക്ക്. ജ്യൂസ് എടുക്കും മാഡം. താങ്ക് യു. ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് എങ്ങോട്ടായിരിക്കും പോയത്? ഇവളെന്താ ഇവിടെ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എടി, നിനക്കെന്താ ഇവിടെ കാര്യം? പുറത്തു പോ. പുറത്ത് പോകാനോ? ഞാൻ എന്തിനാ പോകുന്നേ? അത് പറയാൻ നിങ്ങൾ ആരെന്ന് ആദ്യം പറ. നോക്ക്, നീ എന്നൊക്കെ പറഞ്ഞ നിന്റെ പല്ലടിച്ച് തെറിപ്പിക്കും ഞാൻ. അത് ശരി, നിങ്ങൾ അടിച്ച ഞാൻ വെറുതെ ഇരിക്കുന്നാണ് വിചാരിക്കുന്നേ? അപ്പൊ നീ എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞേ? ഒന്ന് അടിക്കേ കാണട്ടെ. ഒരു കാര്യം പറയും, വെറുതെ ആവശ്യമില്ലാതെ എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. ഞാൻ ഫംഗ്ഷനിൽ പങ്കെടുക്കാനാ വന്നത്. ആര് ക്ഷണിച്ചിട്ടാടി നീ ഫംഗ്ഷന് കയറി വന്നത്? ഏട്ടാ ഒന്ന് വന്നേ. അമ്മേ, എന്താ പ്രശ്നം? ആരേത്? ശിവ, എന്നെ റോഡിൽ നിർത്തി കാശ് മുഖത്ത് വലിച്ചെറിഞ്ഞ് എന്നെ നാണം കെടുത്തിയില്ലേ ഒരഹങ്കാരി. അവളായി നിൽക്കുന്നത്. എടി, നീ എന്ത് നോക്കി നിൽക്കുക? അയ്യോ സർ, സാറിനെ കണ്ടിട്ട് ഒരു മാന്യനാണെന്ന് തോന്നുന്നു. ഇതാരാ? നിങ്ങളുടെ അമ്മയാണോ? മര്യാദയ്ക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ പറ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എക്സ്ക്യൂസ് മീ, മൈൻഡ് യുവർ വേർഡ്സ്.
നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ഫംഗ്ഷൻ വന്നത്? പുറത്തു പോ. ഞാൻ എന്തിനാ പോകുന്നത്? എന്നെ ക്ഷണിച്ച സ്ഥലത്തേക്കാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളാരാ എന്നോട് പുറത്തു പോവാൻ പറയാൻ? എടി, വേണ്ട. ആരാ നിന്നിങ്ങോട്ട് വിളിച്ചത്? പറ. അമ്മ ഒരു മിനിറ്റ് അത് ഞാനാ ഇവളെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത്.